ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയാലോ? എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് സേമിയ ഇട്ട് കൊടുക്കുന്നു. അത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ചൂടാകുന്നത് വരെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 കപ്പ് റവ കൂടി ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടി ഏകദേശം ഒരു 5 മിനിറ്റോളം ഇങ്ങനെ ജസ്റ്റ് ചൂടാക്കി എടുക്കണം. അധികം ബ്രൗൺ കളറൊന്നും ആകണ്ട, ഒരു 5 മിനിറ്റ് ഇങ്ങനെ ചൂടാക്കി എടുത്താൽ മതി. ഒന്ന് പച്ചമണം മാറുന്നത് വരെ ചൂടാക്കിയെടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് ഫ്രഷ് തൈര്, അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു 1/2 നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊരു കട്ടിയായിട്ടുള്ള ബാറ്റർ രൂപത്തിലാക്കിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ വെള്ളം കുറച്ചായിട്ട് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. അധികം വെള്ളം ചേർത്ത് കൊടുക്കണ്ട. നമുക്ക് കയ്യിൽ ഒന്ന് പിടിച്ച് പരത്താൻ പറ്റുന്ന രീതിയിലായിരിക്കണം വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് ഏകദേശം ഒരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഈ രൂപത്തിലായിരിക്കണം ബാറ്റർ തയ്യാറാക്കേണ്ടത്. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായി. നമുക്ക് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് ഞാൻ ഓപ്പൺ ചെയ്തു. ഇപ്പോൾ എന്നിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം. ഇതിലേക്ക് ഒരു ഇഞ്ചി ചെറുതായി കൊത്തിയരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, 1 ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില, 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ഒന്ന് ചതച്ചെടുത്തതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൗഡറും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദ പൊടിയോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ ആയാലും കുഴപ്പമില്ല. ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് കുഴച്ചെടുക്കാം. കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതൊരു ഓട്ടടയുടെ രൂപത്തിലാണ് നമുക്ക് പരത്തിയെടുക്കേണ്ടത്. ഉപ്പ് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് പച്ചക്കറിയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. നമുക്ക് ഇതിന് ആവശ്യമായ ഒരു ചട്നി കൂടി ഇതിൻ്റെ കൂടെ തയ്യാറാക്കാം. ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് നാളികേരം തേങ്ങ ചിരകിയെടുത്തു, 1 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഒരു 3-4 ചെറിയ ഉള്ളി, ഷാലറ്റ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ഏതിൽ ചേർത്താലും അതിന് വളരെ ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല, വറുത്ത കടല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ്. ഇത് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നൈസായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് സേമിയ കൊണ്ടുള്ള ആ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഒരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് സേമിയ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. സേമിയൊക്കെ കടിക്കുന്നത് വളരെ ടേസ്റ്റായിരിക്കും. ഇനി നമുക്ക് കുറച്ച് മാവായിട്ട് ഇതിലേക്കൊന്ന് പരത്തി കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ ആകൃതി വലിപ്പം കുറക്കാം, അല്ലെങ്കിൽ കൂട്ടിയെടുക്കാം.
അടുത്തതും നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അതും കൂടി ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. വളരെ ഹെൽത്തിയുമാണ്. നമ്മളൊന്നും ഇതിൽ പ്രിസർവേറ്റീവ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, സോഡാപ്പൊടിയോ അങ്ങനെയൊന്നും. ഇതിൻ്റെ മുകളിലും നമുക്ക് കുറച്ച് സേമിയ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡിലും സേമിയ കുറച്ച് ഫ്രൈ ആയിട്ട് കഴിക്കാൻ കിട്ടുന്നത് വളരെ ടേസ്റ്റായിരിക്കും. നമുക്ക് തിരിച്ചു മറിച്ചോട്ട് വേവിച്ചെടുക്കാം. നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ വേവിച്ചെടുക്കാം. നല്ലവണ്ണം നെയ്യിലിട്ട്, വെളിച്ചെണ്ണയ്ക്ക് പകരം പശുവിൻ നെയ്യ് ചേർത്താലും മതി, വളരെ ടേസ്റ്റായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയ്യ് ചേർത്ത് കൊടുക്കാം. രണ്ട് സൈഡും നല്ലവണ്ണം മുരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് ആ ചട്നിയിലേക്കൊന്ന് വറുത്തിട്ട് കൊടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നു, കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഉണക്കമുളക് ഇട്ട് കൊടുത്തു, കുറച്ച് കറിവേപ്പിലയും, കുറച്ച് ഉള്ളിയും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരുന്നു, ഒരു കഷ്ണം ഉള്ളി. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ചട്നിയും ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ബിസി ആയിരിക്കുമെന്നറിയാം, എന്നാലും ഫ്രീ ആകുമ്പോൾ ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.